ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. അങ്ങനെ 9 മാസത്തിന് ശേഷം ഞാൻ യു എയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പ്രൊസീജിയർ കടന്നിട്ടാണ് ഞാൻ യു എയിലെത്തിയത്, അതേപോലെ വരുമ്പോഴുള്ള തയ്യാറെടുപ്പും പാക്കിങ്ങും യാത്രയും ഒക്കെ എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നും ഒക്കെ വിശദീകരിച്ച് ഒരു 4 ദിവസത്തെ കുറച്ച് വീഡിയോസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ യു എയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് റിട്ടേൺ പെർമിറ്റ്. സാധാരണയായിട്ട് 6 മാസത്തേക്കാൾ കൂടുതൽ നമ്മൾ നാട്ടിൽ നിന്നാൽ നമ്മുടെ വിസ എക്സ്പയർ ആവും. അപ്പോൾ പിന്നെ ഫൈൻ കെട്ടിയിട്ട് രണ്ടാമത് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്രാവശ്യം ഞാൻ 9 മാസമാണ് നാട്ടിൽ നിന്നത്. പക്ഷേ ഫൈനൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ വിസ എക്സ്പയർ ആവുന്നത് ഫ്ലൈറ്റൊക്കെ നിർത്തലാക്കിയതിന് ശേഷമാണ്. അതായത് മാർച്ചിലാണ് ഫ്ലൈറ്റ് നിർത്തലാക്കുന്നത്, ഏപ്രിലാണ് എൻ്റെ വിസ എക്സ്പയർ ആവുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ അതിന് മുമ്പായിരുന്നു എങ്കിൽ, മാർച്ചിന് മുമ്പായിരുന്നു വിസ എക്സ്പയർ ആവുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. കോവിഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ വെറും ടെസ്റ്റല്ല, PCR ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട്, അതായത് തിങ്കളാഴ്ചയാണ് ഇന്ന്, അതിനായിട്ട് ഇപ്പോൾ പോവുകയാണ്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. കാരണം ഈ ഒരു ആനുകൂല്യം എപ്പോൾ അവർ നിർത്തലാക്കുമെന്ന് പറയാൻ പറ്റില്ല. ആദ്യം ഡിസംബർ വരെ സമയം തന്നെങ്കിലും ഇപ്പോൾ ഓഗസ്റ്റിലേക്ക് അത് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നിയമങ്ങൾ പെട്ടെന്ന് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പെർമിഷൻ കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കോവിഡ് ടെസ്റ്റിനായിട്ട് ഇപ്പോൾ ഇറങ്ങുകയാണ്. പിന്നെ അപ്രൂവൽ പേപ്പറിൻ്റെ ഒന്നിച്ച് ഒരു ഫോമും കൂടി ഫിൽ ചെയ്യാനുണ്ട്. പിന്നെ ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടണം. അതേപോലെ പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ UAEയിൽ നമ്മൾ ലാൻഡ് ചെയ്യണം. അതാണ് അതിൻ്റെ കണക്ക്. PCR ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തോന്നുന്ന ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്താൽ പോരാ. UAE പ്യുവർ ഹെൽത്ത് അംഗീകരിക്കുന്ന ലബോറട്ടറികളിൽ നിന്നായിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാസർഗോഡ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ പോകുന്നത് കാസർഗോഡ് ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ടാണ്. അവിടെ നിന്ന് ഞങ്ങൾ സ്വാബ് കളക്ട് ചെയ്തിട്ട് അംഗീകൃത ലബോറട്ടറിയിലോട്ട് അയക്കും. അപ്പോൾ ഇന്ന് തന്നെ പോയാലേ നമുക്ക് അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇക്കയുടെ ബ്രദറാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളത്. ഞാൻ മാത്രമല്ല, വേറെ ആളും കൂടിയുണ്ട്. പോകുന്ന വഴിക്ക് വേറെ ആളും കൂടി കൂട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് വരാനുള്ള പ്ലാൻ ഉള്ളത്. പിന്നെയെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ മംഗലാപുരം എയർപോർട്ടിൽ നിന്നല്ല പോകുന്നത്, കണ്ണൂരോ കോഴിക്കോടോ മറ്റോ ഫ്ലൈറ്റ് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ കൂടെ ഒരാളുണ്ടാകുന്നത് എന്തായാലും സേഫാണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല ഈ ഒരു അവസ്ഥയിൽ. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് പേര് സ്വാബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും UAEയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്രൂവൽ കിട്ടിയവരാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്കൊരു ഫോം കിട്ടും. ഇവിടെ നമ്മൾ ആദ്യം പൈസ അടക്കണം, എന്നിട്ട് നമുക്കൊരു ഫോം കിട്ടും. അത് നമ്മൾ പൂരിപ്പിച്ച് ഇവിടെ കൊടുക്കണം. ഇത് കണ്ടല്ലോ എത്ര തിരക്കാണെന്ന്. ഞാൻ അകലം പാലിച്ച് മുകളിലിരുന്നു. അതായത് നമുക്ക് ഇവിടെ കോവിഡ് ഇല്ലെങ്കിൽ കൂടി ഇവിടെ നിന്ന് കോവിഡ് പകരാൻ സാധ്യതയുണ്ട് കേട്ടോ. എൻ്റെ ഫോം അവിടെ നിന്ന് കിട്ടി അവിടെ തന്നെ ഫിൽ ചെയ്യുന്നവരുണ്ട്, പുറത്ത് പോയിട്ട് ഫിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഫോം ഇക്കയുടെ ബ്രദർ പൂരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം താഴെ പൂരിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്, കുറച്ച് അകലമൊക്കെ പാലിച്ച് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഫോമൊക്കെ ഫിൽ ചെയ്തിട്ട് അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് ബില്ല് കിട്ടും. ബില്ല് ഇത്ര നേരം കിട്ടിയിട്ടില്ല, ബില്ല് എല്ലാവർക്കും ലേറ്റാണ്. എന്നിട്ട് മുകളിലാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടത്, കോവിഡ് ടെസ്റ്റിനായിട്ട് പോവേണ്ടത്. അപ്പോൾ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ സ്വാബ് കളക്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈൻ നിന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നും രണ്ടിടത്തുനിന്നും കളക്ട് ചെയ്യും കേട്ടോ. ഒരു ട്യൂബ് ഇട്ടിട്ട് രണ്ടിടത്തുനിന്നും അവർ കളക്ട് ചെയ്തെടുക്കും. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബില്ല് കാണേണ്ട 4500 രൂപയാണ് ആയത്. അതായത് ലാബ് ഇൻവെസ്റ്റിഗേഷന് 2750 അതേപോലെ പ്രൊസീജിയർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് 1750 കൂടിയാണ് ആയത്. അങ്ങനെ മൊത്തത്തിൽ 4500 രൂപ ആയി.
ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. പക്ഷേ വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. കാരണം അവിടുത്തെ ആൾക്കൂട്ടം കണ്ടിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടാതായി പോവോ ഫുള്ളായി പോവോ എന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ വ്യാഴാഴ്ച രാവിലെ കാലിക്കറ്റിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്തു. അപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മളെ മുഖത്ത് ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡും കൂടി വാങ്ങിച്ചു അതിനിടയിൽ കാസർഗോഡ് നിന്ന് തന്നെ. അങ്ങനെ ഇപ്പോൾ തിരിച്ച് നാട്ടിലോട്ടെത്തി. ഇനി ടെസ്റ്റിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണം. അതായത് പിറ്റേ ദിവസം തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച തന്നെ റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്തെന്ന് വെച്ചാൽ ഈ ഫോമൊക്കെ ഫിൽ ചെയ്യാവുന്നതാണ്. ഈ ഫോം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അപ്രൂവലിൻ്റെ കൂടെ കിട്ടിയ ഫോമുണ്ട്, ട്രാവൽസിൽ നിന്ന് കിട്ടിയ ഫോമുണ്ട്, അങ്ങനെ ഒരുപാട് ഫോമുണ്ട് കേട്ടോ. സംഭവം ഇതിൽ ചോദിക്കുന്നത് നമ്മുടെ ക്വാറൻറ്റൈൻ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ അവിടെ ചെന്ന് എവിടെ താമസിക്കുന്നു എന്നതിൻ്റെ അഡ്രസ്സ്, നമ്മൾ കഴിഞ്ഞ 14 ദിവസത്തിനിടയിൽ ആരെങ്കിലും കോവിഡ് പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോ, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഈ കോവിഡ് രോഗലക്ഷണങ്ങളുണ്ടോ, പനി, അതേപോലെ തൊണ്ടവേദന ഇതുപോലത്തൊക്കെ ഉണ്ടോ, അതേപോലെ നമ്മൾ സ്വയം ഐസൊലേഷന് നമ്മൾ പ്രാപ്തരാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, എല്ലാം നമ്മളെ കൂടെ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ഫോമാണ്. അപ്പോൾ അതൊക്കെ ഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച ഫോമും ഫിൽ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ലഗേജൊക്കെ പാക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. കാരണം നമ്മൾ ബുധനാഴ്ച രാത്രിയാണ് കാസർഗോഡ് നിന്ന് വിടുന്നത്, വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ലൈറ്റ് കാലിക്കറ്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സമയമില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് 7 kg ബാഗേജിൽ ആദ്യം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പാക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതായത് നമ്മളെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എത്ര കുറച്ചെടുത്താലും കൂടുതൽ വെയിറ്റ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ പിടിക്കുന്നില്ല. 7 kg ബാഗിൽ എൻ്റെ ഡ്രസ്സ് പിടിച്ചിട്ടില്ല. അപ്പോൾ 20 kg ഒരു ബാഗും കൂടി ഉണ്ട്. അപ്പോൾ 20+7 ആണ് കൊണ്ടുപോകാനുള്ള ഇതുള്ളത് പറ്റുന്നത്. അപ്പോൾ അതിലും കൂടി ഡ്രസ്സ് വെക്കേണ്ടതുണ്ട്. ഇതിലിപ്പോൾ മതിയായിട്ടില്ല വെച്ചത്. ഇനി നിസ്കാര കുപ്പായം, അതേപോലെ തോർത്ത്, ഇതൊക്കെ എടുത്ത് വെക്കേണ്ടതുണ്ട്. ഇത് ഈ ബാഗിലോട്ട് വെക്കാമെന്ന് വെച്ചു. മാത്രമല്ല കുറച്ച് കടികളൊക്കെ കൊണ്ടുപോകാനുണ്ട്. കൂടുതലൊന്നുമില്ല, കാരണം ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും പറ്റില്ല എന്നറിയില്ല. മാത്രമല്ല കാലിക്കറ്റിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ പുളിക്കുന്ന സാധനം അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കറി, അപ്പം ഇതുപോലത്തെ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ കടി എന്തെങ്കിലും വക, അത് ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് കടി, അപ്പോൾ അത് മാത്രമാണ് എടുക്കുന്നുള്ളത്. ഇത് പെരുന്നാളിന് ധരിക്കാനായിട്ട് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. സാധാ ഒരു ടോപ്പും പാൻറ്റും ആണ്, വലിയ രീതിയിലുള്ളൊരു ഡ്രസ്സൊന്നും അല്ല. നമുക്കിപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സ് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ മൊത്തത്തിൽ ഡ്രസ്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കാരണം അതിൽ നല്ല ഡ്രസ്സാണ് ഞാൻ പാക്ക് ചെയ്തത്. ഇതിൽ നമ്മൾ സാധാരണ വീട്ടിലിടുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രസ്സിനിപ്പോൾ ലെഗിൻസ്, അതേപോലെ ഇന്നർ, പിന്നെ സ്കാർഫ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ലഗേജ് ആവുന്നതാണ്. ഇത് നിസ്കാരക്കുപ്പായം പുതിയത് തന്നെ വാങ്ങിച്ച് അലക്കിയെടുത്തതാണ്. അത്യാവശ്യം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇനി വെക്കാനുണ്ടല്ലോ സാധനങ്ങൾ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുകളിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരമായി. അതിനിടയിൽ ഉമ്മ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മിച്ചർ ഉണ്ടാക്കുകയാണ്. മിച്ചർ എന്ന് വെച്ചാൽ ഇത് അരി കൊണ്ടുണ്ടാക്കിയ മിച്ചറാണ് കേട്ടോ. നല്ല ഒന്നാം തരം പറപറാന്ന് ഉള്ള ഒരു ടേസ്റ്റുള്ള നല്ല മിച്ചറാണ്. ഇതിൽ കടലൊക്കെ നല്ല വറന്ന് വന്നിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയും ടേസ്റ്റുള്ള മിച്ചർ ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള മിച്ചറാണ്. അത് കഴിഞ്ഞ് ഉമ്മ മാൽപ്പുരി ചുട്ടെടുക്കുന്നുണ്ട്. സംഭവം ഇപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിസ്കരിച്ച് വന്നിട്ട് ഉമ്മ വീണ്ടും മാൽപ്പുരി ചുട്ടെടുക്കുന്ന പരിപാടിക്ക് ഇറങ്ങി. എനിക്ക് മാൽപ്പുരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഉമ്മ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കാണ്. നെക്സ്റ്റ് ഡേ ബുധനാഴ്ച, അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം രാത്രി 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് കാലിക്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ രാത്രി ഇറങ്ങിയാൽ നമുക്ക് കാലിക്കറ്റിലോട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ്.
അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ബുധനാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയാണ്. ഇഡലിക്ക് ഞാൻ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ബിസി ആയിട്ടുള്ള ദിവസമാണ്, കാരണം അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ട്. അലക്കിയിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കാനുള്ള ഡ്രസ്സുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ, അതായത് ചൊവ്വാഴ്ച ഈവനിങ് ആകുമ്പോൾ മെയിൽ വന്നു, റിസൾട്ട് വന്നു കോവിഡിൻ്റെ നെഗറ്റീവ് ആണെന്ന്. അപ്പോൾ ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷം എല്ലാവർക്കും കോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആർക്കും കോൾ ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരെയും ഒന്ന് വിളിച്ച് അറിയിക്കേണ്ടതുണ്ട് പോകുന്ന വിവരം. എല്ലാവരെയും എന്ന് വെച്ചാൽ എല്ലാവരെയും വിളിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങൾ, പിന്നെ ഇക്കയുടെ സഹോദരങ്ങൾ, അങ്ങനെ അവരെയൊക്കെ വിളിക്കാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം, മെസ്സേജ് ഇട്ട് കൊടുക്കണം പോകുന്ന വിവരം. പിന്നെ ഇഡലി കഴിക്കാത്തവർക്കായിട്ട് കൽത്തപ്പവും കൂടി ചുടുന്നുണ്ട് കേട്ടോ. കൽത്തപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഇപ്പോൾ അരച്ചെടുത്തതൊന്നുമല്ല. അപ്പോൾ ഇതൊരു പണിയും കൂടി കഴിഞ്ഞു. സത്യത്തിൽ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ സമയം തന്നെ നല്ല ബിസി ഉള്ളൊരു സമയമാണ്, എല്ലാം കൂടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയം. അപ്പോൾ നമ്മുടെ ഇഡലി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ട് അതിലോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ശരിയായി വരില്ല. അപ്പോൾ ആ സമയത്ത് വീണ്ടും വേറെ പാത്രത്തിൽ ഞാൻ ഇഡലി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നി തയ്യാറാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചട്നിയും കൂടി ഞാൻ റെഡിയാക്കിയെടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവർക്കും കോളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഉച്ചക്കേക്കുള്ള ലഞ്ചിൻ്റെ പണിയാണ്. ഉമ്മ ചിക്കൻ കറി വെക്കുന്നുണ്ട്. അപ്പം ഞാനിത് ചിക്കൻ വറുത്തരച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ തേങ്ങ വറുത്ത് കല്ലിൽ അരക്കാനിടാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുക്കാണ്. പിന്നെയെന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി ഉണ്ട് കേട്ടോ. വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത പത്തിരിപ്പൊടിയുണ്ട്. ഇത് സ്റ്റോറിൽ നിന്ന് കിട്ടിയ അരിയൊക്കെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചെടുത്ത പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആശീർവാദ ആട്ടയുടെ പൊടി ഇതിന് കാലിയാക്കിയിട്ട്, അതായത് ഗോതമ്പ് പൊടി അതിൻ്റെ ഒരു ബക്കറ്റിലോട്ട് നിറച്ചതിന് ശേഷം ഇതിലോട്ട് പത്തിരിപ്പൊടി, കൂടുതലൊന്നും കൊണ്ടുപോകുന്നില്ല, വളരെ കുറച്ച് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഇതിലോട്ട് പത്തിരിപ്പൊടി ഫിൽ ചെയ്തിട്ട് പിന്നെ ഞാനിതിനെ ഉരുക്കിയിട്ട് ഇതിനെ ക്ലോസ് ചെയ്തു, പിന്നെ പിന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു കവറിലിട്ടിട്ട് പ്ലാസ്റ്ററിലൊക്കെ ഒട്ടിച്ചിട്ട് വേണം ബാഗിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കാം ലഗേജിൽ. കാരണം ലഞ്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉറങ്ങാനുണ്ട്. രാത്രി പിന്നെ ഉറക്കം കിട്ടൂല. അപ്പോൾ എന്തായാലും ഉച്ചക്ക് കുറച്ച് കിടന്ന് ഉറങ്ങണം. ഇനി എൻ്റെ ഒരു ഹാൻഡ് ബാഗും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കാനുണ്ട്, ആയിട്ടില്ല. ഇനി കടി പലഹാരങ്ങളൊക്കെ ഇതിൽ വെക്കാൻ ബാക്കിയുണ്ട്. മിക്സർ ഞാൻ ഒരു ചെറിയ ബോട്ടിലേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ ഇടയിലായിട്ടൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം, പൊട്ടാതെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഡ്രസ്സ് വെച്ച് കൊടുക്കണം. പിന്നെ ഉമ്മ സ്നിക്കേഴ്സ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊരു ഷേപ്പിൽ. അതും കൂടി വെക്കാനുണ്ട്. ഇതുപോലെ പാക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ സേമിയ കൊണ്ടുള്ള ഒരു സ്വീറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് മാൽപ്പുരി കൂടി വെച്ച് കൊടുക്കേണ്ടതുണ്ട്. മാൽപ്പുരി ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളൊരു കണ്ടെയ്നറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കവറിലിട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പാക്കിങ് കഴിഞ്ഞു. ഇനിയും ഇതിൽ സാധനം വെക്കാനുണ്ട്. പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങാനുണ്ട്, അതായത് പോകുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഉമ്മയുടെ ഉപ്പയോടൊക്കെ പറയാനായിട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനം കൂടി ബാഗിൽ നിറക്കാനുണ്ട്. അങ്ങനെ പുലർച്ചെ 2-2:30 മണിയാകുമ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളിലോട്ട് പോകാനായിട്ടില്ല, എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ടില്ല. ഒരു 4 മണിയാകുമ്പോഴേ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാറിൽ തന്നെ റിലാക്സ് ചെയ്യുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം കാറിൽ കയറി പിന്നെ എനിക്ക് ഒന്നാമതായിട്ട് നമുക്ക് അവിടെ നിന്ന് സമയമില്ലായിരുന്നു ഒന്നിനും ക്യാമറ കൊണ്ട് എടുക്കാൻ വീട്ടിൽ നിന്നൊന്നും. അതേപോലെ തന്നെ കാറിൽ കയറിയ പിന്നെ നമുക്ക് വല്ലാത്ത മാസ്കൊക്കെ ഇട്ടത് കൊണ്ടായിരിക്കാം വല്ലാത്തൊരു ഛർദ്ദിക്കാനൊക്കെ പിടിച്ചിട്ട് വയറൊക്കെ ആകിയതായിട്ട് ഛർദ്ദിക്കാനൊക്കെ പിടിച്ചിട്ട് ഒന്നിനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈൽ തൊടാനോ നോക്കാനോ ഒന്നും പോയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ അങ്ങനെ എത്തി. അങ്ങനെ ഇപ്പോൾ കുറച്ച് റിലാക്സ് ആയപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ മാറി.
പിന്നെയെന്ന് വെച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും ഇവിടെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഫോം കിട്ടി. സെയിം ഫോമാണ്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പൂരിപ്പിച്ച് കൊടുക്കാനുള്ള ഫോമായിരുന്നു അത്. എന്നിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം എൻ്റെ ബോർഡിംഗ് പാസ് കിട്ടി. അപ്പോൾ അതിനോടൊന്നിച്ച് തന്നെ വേറൊരു ഫോമും കൂടി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ട്. അത് ഷാർജ എയർപോർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ അവിടെ കോവിഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കാനുള്ളതാണ്. അവിടെ കോവിഡ് ടെസ്റ്റ് ഫ്രീ ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മൾ ഇനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. കുറച്ചാൾക്ക് PP കിറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ PP കിറ്റൊന്നും അതായത് മുഴുവനൊന്നും ഞാൻ കവറാക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് മാസ്കും പിന്നെ ഗ്ലൗസും പിന്നെ ജസ്റ്റ് ഫേസ് ഷീൽഡും മാത്രമേ ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും നിർബന്ധമില്ലായിരുന്നു. എന്താണ് ഫ്ലൈറ്റിൽ ഷീൽഡ് ഇടണമെന്നോ PP കിറ്റ് ഇടണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ലായിരുന്നു. പിന്നെ ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് വന്നത്. അപ്പോൾ അവരുടെ വകയും PP കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ PP കിറ്റൊന്നും വാങ്ങിയില്ല. ഞാൻ ജസ്റ്റ് സാനിറ്റൈസറും പിന്നെ മാസ്കും പിന്നെ ഫേസ് ഷീൽഡും അടങ്ങുന്ന ഒരു പാക്ക് മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ. കാരണം അതൊക്കെ എനിക്ക് ബുർക്ക് ഇട്ടത് കൊണ്ട് കൂടെ അതിൻ്റെ മുകളിൽ അതും കൂടി ഇടണമെന്ന് തോന്നിയില്ല. കാരണം അത്രയ്ക്കും ചൂടെടുത്ത് നമ്മൾ വീർപ്പ് മുട്ടും. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ധരിക്കാത്തത്. നമ്മൾ ഒന്നും കൂടി സൂക്ഷിച്ചാൽ മതി എന്ന നിലക്ക്. അപ്പോൾ പിന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ അവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും സീറ്റിലായിട്ട് എല്ലാവരുടെയും ആ സീറ്റിൻ്റെ മുൻവശത്തായിട്ട് ഫുഡ് കൊണ്ടുവന്ന് അവർ വെച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ഫ്ലൈറ്റിൽ ഭക്ഷണം കഴിച്ചില്ല. അതായത് ഇറങ്ങും വരേക്കും ആരും കഴിച്ചില്ല എന്നതാണ് സത്യം. കാരണം നമ്മൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ മാസ്ക് ഊരണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടാണ് എല്ലാവരും യാത്ര ചെയ്തത്. പിന്നെ ബോക്സിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ മാത്രം ചില ആളൊക്കെ എടുത്തു. പിന്നെ ടോയ്ലറ്റും ഫ്ലൈറ്റിൽ ടോയ്ലറ്റും അങ്ങനെ അത്ര ആരും യൂസ് ചെയ്തില്ല. പിന്നെ അവിടെ ചെന്നിട്ട് അതായത് ഷാർജയിൽ എത്തിയതിന് ശേഷം കാര്യങ്ങൾ വളരെ ഈസി ആയിരുന്നു. ഒരു പ്രയാസവും നമുക്ക് തോന്നിയില്ല. അവരുടെ പക്കൽ നിന്ന് നമ്മളോട് എല്ലാ സഹകരണവും നമുക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് നമ്മൾ ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് ഒരു ബസ്സിലോട്ട് പോയിട്ട് ഒരു ക്ലിനിക്ക് പോലത്തെ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നമ്മളോട് എല്ലാവരോടും ഇരിക്കാൻ പറയും. ഡിസ്റ്റൻസിലാണ് എല്ലാവരോടും ഇരിക്കാൻ സജ്ജമാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് അവർ ഷീൽഡ് ഊരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മൊബൈലിൽ അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് അൽ ഹസൻ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അത് ഷാർജ എയർപോർട്ടിൽ അങ്ങനെ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ദുബൈ എയർപോർട്ടിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്വാറൻറ്റൈനിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സ്വാബ് ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്യുന്നവിടെ നമ്മൾ ഫോം പൂരിപ്പിച്ചത്, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ തന്ന ഫോം അതിവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ പൂർണ്ണമായതിന് ശേഷം വീണ്ടും ബസ്സിൽ കയറിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്നത്തെ പോലെ തന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. നമ്മൾ നേരെ ഇമിഗ്രേഷനിൽ പോകുന്നു, സ്റ്റാമ്പ് അടിക്കുന്നു, പിന്നെ നമ്മൾ ലഗേജ് എടുത്ത് പുറത്ത് വരുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഫോമൊക്കെ ഫിൽ ചെയ്തിരുന്നല്ലോ, അത് എവിടെയും കൊടുത്തില്ല എന്നതാണ് സത്യം. അതെവിടെയും ചോദിച്ചില്ല. ആകെ നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ആ ഫോം മാത്രമാണ്. അങ്ങനെ ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. റിപ്പോർട്ട് നെഗറ്റീവ് ആയാൽ പുറത്ത് പോകാമെന്ന് പറയുന്നു. ക്വാറൻറ്റൈൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടിനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെത്തി. റിസൾട്ട് കിട്ടുമ്പോൾ 2-3 ദിവസമൊക്കെ പിടിക്കുമെന്നാണ് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ റൂം ഫുള്ള് സെറ്റൊന്നും ആയിട്ടില്ല. എല്ലാം പെട്ടെന്ന് വന്നത് കൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കാനൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും വ്ളോഗുമായിട്ട് വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.